ഹലോ എവരി വൺ, കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി തലശ്ശേരി മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ തിൻ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മട്ടൻ കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് ഗീയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. മുഴുവൻ സവാളയും വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി സവാളയും കൂടി ഞാനിങ്ങനെ വറുത്തെടുത്തിട്ട് കുറച്ച് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടി മാറ്റുക. ബാക്കിയെല്ലാം കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുക്കറിലേക്ക് നമ്മൾ മട്ടൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. വറുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ല ആ സവാളയാണ് കേട്ടോ. പിന്നെ തക്കാളി 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അരിഞ്ഞതും പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മാറ്റി വെക്കണം കേട്ടോ റൈസിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് ഗീയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുറച്ച് തൈരും നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേണം കുക്കറിൻ്റെ ലിഡ് വെച്ചിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ സവാള വറുത്ത് വെച്ച ഓയിൽ ബാക്കിയുണ്ടല്ലോ, അതിൽ കാഷ്യൂം കുറച്ച് റേസിൻസും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം, പട്ട, കറിയാമ്പൂ, ഏലക്ക, ബേ ലീഫ്. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് 1 സ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇനി കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകശാല റൈസാണ് കേട്ടോ. 1 കപ്പ് റൈസിന് 1.25 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും നാരങ്ങ നീരും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വേണ്ട, വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. റൈസ് വേകുമ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കർ വിസിലിന് വേണ്ടിയിട്ട് ഒറ്റൊരു വിസിലിന് വേണ്ടി മാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ മട്ടൻ വെന്തിട്ട് നമ്മൾ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തൈരും നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക, ഭയങ്കര ടേസ്റ്റായിരിക്കും. ഈ തേങ്ങാപ്പാലിടുന്ന സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അതിന് ശേഷം ഞാനൊരു പോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മൈദ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് നമ്മൾ കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മട്ടൻ്റെ ഗ്രേവിയിലെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ മട്ടൻ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം നല്ലപോലെ സ്ലോ ആക്കി കൊടുക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലാ സൈഡിലേക്കും ആക്കി കൊടുക്കാം. റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കുക. നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കശുവണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ബിരിയാണി പോട്ടിൻ്റെ ആ ഒരു മൂടിയിലേക്ക് മൈദ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ടൈറ്റായിട്ട് മൂടി വയ്ക്കാം. പിന്നെ പോട്ടിൻ്റെ മൂടിയിലെങ്ങാനും ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 15 തൊട്ടിട്ട് ഒരു അരമണിക്കൂർ വരെ ഒന്ന് ദമ്മിനിടുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മൈദ നമ്മൾ കുറച്ച് ലൂസായിട്ട് കളിക്കുന്നതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ച് അങ്ങനെ ആക്കുമ്പോഴത്തേക്കും തുറന്ന് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് കഴിക്കൂലേ, ആ ഒരു ബിരിയാണിയുടെ സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് തുറക്കുമ്പോൾ തന്നെ വരുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഭയങ്കര നല്ല സ്മെല്ലുമാണ്. നമുക്ക് ആ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം.
പിന്നെ നമ്മൾ ദമ്മിനിട്ടിട്ട് ഒരു 15 മിനിറ്റെങ്കിലും ദമ്മിന് വെച്ച ശേഷം മാത്രം ഉണ്ടാ തുറക്കാൻ പാടുള്ളൂ. ഞാൻ അരമണിക്കൂർ വെച്ചിരുന്നു. അരമണിക്കൂർ വെക്കാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വെക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസോ റെസിപ്പീസോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.